അവസാന നിമിഷം വരെ പണിപെട്ട് നോക്കി ഗൗതം ഗംഭീർ തന്റെ പ്രിയപുത്രൻ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന ഹർഷിത് റാണയെ ടീമിലേക്ക് കൊണ്ടുവരാൻ. ബട്ട് ഹർഷിത് റാണയുടെ പരിക്ക് ഭേദമാകുന്നില്ല. ഹർഷിത് റാണ ഈസ് റൂൾഡ് ഔട്ട് ഓഫ് T20 വേൾഡ് കപ്പ് എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ആൻഡ് മുഹമ്മദ് സിറാജ് വിൽ ബി റീപ്ലേസിംഗ് ഹർഷിത് റാണ എന്നത് തന്നെയാണ് ഏറ്റവും ഹോട്ട് ന്യൂസ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ ഹർഷിത് റാണ ഉറ്റുനോക്കിയിരുന്ന ഒരു T20 ലോകകപ്പ് കൂടിയായിരിക്കാം ഇത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം വാമപ്പ് മാച്ച്, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള വാമപ്പ് മാച്ചിൽ ഒരു നീ ഇഞ്ചറി ഹർഷിത് റാണയ്ക്ക് സംഭവിച്ചിരുന്നു. മുട്ടിൽ ഒരു പരിക്ക് സംഭവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഇഞ്ചറിയിൽ നിന്നും ഇതുവരെ റിക്കവർ ആവാൻ ഹർഷിത് റാണയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിൽ നിന്ന് തന്നെ റൂൾ ഔട്ട് ചെയ്യുന്നു. മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വരുന്നു. ഇനി ഒരു കാര്യം പറയാം, മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വന്നു എന്ന് കരുതി എല്ലാ മത്സരങ്ങളും സിറാജ് കളിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരു ഫോം ടീം ആണ് ഇന്ത്യ നിലവിൽ. ന്യൂസിലൻഡിനെതിരെ 4-1 വിജയിക്കുന്നു, വാമപ്പ് മത്സരം വിജയിക്കുന്നു. അങ്ങനെ ടീം എല്ലാം കൊണ്ട് സെറ്റാണ്. ആ സെറ്റായിട്ട് നിൽക്കുന്ന ടീമിനെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയൊരു പേസറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൂര്യകുമാർ യാദവോ ടീം മാനേജ്മെൻറ്റോ കോച്ചോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ വാട്ട് ദേ വിൽ ഡു ഇസ് വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നൊരു സ്പിൻ കോമ്പിനേഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ പേസേഴ്സായിട്ട് അവർ കൊണ്ടുവരാൻ അർഷദീപിനെയും ജസ്പ്രീത് ബുംറയും അവരെടുക്കുകയും ചെയ്യും. ഒരു പക്ഷേ ശിവം ദുബെ ക്യാൻ ഓൾസോ ബൗൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ഒരു ഫിഫ്ത്ത് ബൗളറായിട്ട് ശിവം ദുബെയും യൂസ് ചെയ്തിരിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ഹാർദിക് പാണ്ഡ്യയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മുഹമ്മദ് സിറാജിൻ്റെ റീപ്ലേസ്മെൻറ്റ്, മുഹമ്മദ് സിറാജ് ഇന്നാവേണ്ട സാധ്യതയുണ്ടോ എന്നതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൂടി ഇന്ത്യൻ ടീം പോവുകയും കൂടി ചെയ്യുകയാണ്. എന്തായാലും ഇന്നത്തെ മത്സരം USA-ക്കെതിരായിട്ടുള്ള മത്സരമാണ്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. കാരണം കഴിഞ്ഞ മത്സരം ന്യൂസിലൻഡിനെതിരെ വെറും 7 റൺസിന് മാത്രമാണ് USA പരാജയപ്പെട്ടത്. വളരെ ഒരു സ്ട്രോങ് ഫൈറ്റ് USA-ക്ക് കൊടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ വെറും ഒരു ചെറിയ ടീമായിട്ട് തള്ളിക്കളയാൻ USA സാധിക്കില്ല എന്നത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ USA പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സാധ്യതയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയും വളരെ നിസ്സാരമായിട്ടൊരു ടീമിനെയായിട്ട് USA കണക്കാക്കുന്നില്ല എന്നത് തന്നെയാണ് വിശ്വാസം. എന്തായാലും സൂര്യകുമാർ യാദവ് ഹർഷിത് റാണയുടെ പരിക്കിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ് എന്നതാണ്. ഹി ഈസ് ബീങ് അസസ്ഡ് ബൈ ദ ഫിസിയോസ് ബട്ട് ഐ തിങ്ക് ടുഡേ വി വിൽ നോ വാട്ട്സ് ഗോൺ ടു ഹാപ്പൻ ബട്ട് ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് എന്നതും കൂടി പറയുമ്പോഴേക്കും കൃത്യമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഹർഷിത് റാണ വിൽ നോട്ട് ബി പ്ലേയിങ് ദിസ് T20 വേൾഡ് കപ്പ്, ഈസ് റൂൾഡ് ഔട്ട് എന്നത് തന്നെയാണ്. അപ്പം ഈ T20 ലോകകപ്പിലേക്ക് നിന്ന് തന്നെ ഹർഷിത് റാണ റൂൾഡ് ഔട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സിറാജിലേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു പേസറായിട്ട് ഹർഷിത് റാണയ്ക്ക് പകരം സിറാജിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഒരു ഒറ്റ ഓവറാണ് ഹർഷിത് റാണ എറിഞ്ഞത്. അതിനുശേഷമാണ് ഈ മുട്ടിന് പരിക്ക് പറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നത്. സിറാജ് ആവട്ടെ അവസാന T20 ആയി കളിച്ചത്, ഇഫ് ഐ എം നോട്ട് റോങ്, വാസ് ഇൻ ജൂലൈ 2024. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് സിറാജ് T20യിലേക്ക് വരുന്നത്. ആകെ 16 T20 ആണ് മുഴുവൻ കളിച്ചിട്ടുള്ളത്. അതിൽ 14 വിക്കറ്റും എക്കോണമി ഓഫ് 7.8 അദ്ദേഹത്തിനുള്ളത്. ഒരുപാട് IPL എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും 16 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ മാത്രമാണ് സിറാജ് കളിച്ചിട്ടുള്ളത്. അത് കളിച്ചതാവട്ടെ 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അവസാനം ജൂലൈയിൽ 2024 സിറാജ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് എ സഡൻ സിറാജിനെ പെട്ടെന്ന് ടീമിലേക്ക് ഇതുപോലൊരു പ്രസ്റ്റീജിയസ് T20 വേൾഡ് കപ്പിലേക്ക് എടുക്കുമെന്നുള്ളൊരു സാധ്യതയും കൂടി ഇല്ല. പിന്നെ മാത്രമല്ല ഈ T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട് കുറേ സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഈ T20 ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യം ഇതുവരെ ആ സീരീസ് അല്ലെങ്കിൽ ആ വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നൊരു സൂപ്പർസ്റ്റിഷൻ ഉണ്ട്. നിലവിൽ ഇതുവരെ അങ്ങനെയാണ് പോകുന്നത്. 2026 ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ്. ഇന്ത്യ ഹോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സൂപ്പർസ്റ്റിഷൻ, T20 ലോകകപ്പ് നേടിയ ഒരു രാജ്യം ഇപ്പോൾ 2024 ഒരു രാജ്യം നേടിയിട്ടുണ്ടെങ്കിൽ 2026 ആ രാജ്യം നേടില്ല. അതായത് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ഒരിക്കലും വീണ്ടും ജേതാക്കളായ ചരിത്രം ഉണ്ടായിട്ടില്ല. ആ ചരിത്രവും ബ്രേക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് 2026 T20 ലോകകപ്പിലേക്ക് ഇന്ത്യ കാലുവെച്ചിറങ്ങുന്നത്. അപ്പോൾ ആ 2 സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ ടീമിനെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ മാസീവ് ഫോമിലാണ്. ഓരോ പ്ലേയേഴ്സും ഗംഭീരമായ ഫോമിൽ നിൽക്കുകയാണ്. ഫോമിലല്ലാത്ത ആളെ മാറ്റിക്കൊണ്ട് വേറൊരു ഫോമിൽ പ്ലെയേഴ്സിനെ തന്നെ നിർത്താനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷാനും അഭിഷേകും കൂടി ഓപ്പണിംഗ് ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ ഓപ്പണിംഗ് വളരെയധികം സെറ്റാണ്. 2 എക്സ്പ്ലോസീവ് പ്ലെയേഴ്സാണ്. അവർക്ക് അങ്ങനെ ഒരു പവർ പ്ലേ ഓവേഴ്സ് മുതലാക്കാൻ 2 പേർക്കും സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇന്നർ 3-ൽ തിലക് വർമ്മ വരികയാണെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാനും ഇപ്പോൾ ഒരു വിക്കറ്റ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്താനും കഴിയുന്ന ഒരു T20 പ്ലെയർ തിലക് വർമ്മയായിട്ട് മാറുന്നു. സൂര്യകുമാർ യാദവിന് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിന് ഇന്നിങ്സ് പേസ് ചെയ്യാം. ഒന്നുകിൽ അറ്റാക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് പന്തുകൾ, ഒരു 10-12 പന്തുകൾ ഫേസ് ചെയ്ത് സെറ്റായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ഹാർദിക് പാണ്ഡ്യ എക്സ്പ്ലോസീവ് പ്ലെയർ, ഒരു ഫിനിഷർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ. റിങ്കു സിംഗും അതേപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ശിവം ദുബെ മാസ്റ്റർ ഓഫ് സിക്സസ്, IPL മാസ്റ്റർ ഓഫ് സിക്സസ്, അദ്ദേഹവും ഇതിലേക്ക് വരുമ്പോഴേക്കും ഒരു സെറ്റ് മിഡിൽ ഓർഡർ ഉണ്ട്. ഇപ്പോൾ സൂര്യകുമാർ യാദവ്
ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ് ആൻഡ് ശിവം ദുബെ എന്ന് പറയുന്നൊരു 4 മിഡിൽ ഓർഡർ ഇൻഫോം സെറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് തൊട്ട് കളിക്കാൻ ഇന്ത്യ ശ്രമിക്കത്തേയില്ല എന്നത് എടുത്തു പറയണം. ആകെ ചേഞ്ച് വരാൻ പോകുന്നെങ്കിൽ അത് ഒരു പക്ഷേ ടോപ്പ് ഓർഡറിലായിരിക്കാം. അത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷെ അതിനും സാധ്യത വിരളമാണ് നിലവിലത്തെ കണക്ക് കൂട്ടൽ പ്രകാരം. അതുകൊണ്ട് ഓൾ ഇൻ ഫോം ഒരു പ്ലേയിങ് 11 തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ സിറാജിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും സിറാജിനെ റിസർവിൽ നിർത്തുമെന്നല്ലാതെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വിരളമാണ്, ചുരുക്കമാണ്. എന്തായാലും ഹർഷിത് റാണയെ റൂൾഡ് ഔട്ട് ചെയ്തതോടുകൂടി അങ്ങനെ ഒരു വാതിലും കൂടി അടയുകയാണ്. ഒരു പേസർ കുറവുണ്ടാകുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.